പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് ഈവനിങ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. കേസെടുത്ത് എത്ര ദിവസം കഴിയുമ്പോഴാണ് ഈ കുറ്റപത്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്? നേരത്തെ നടി ഉയർത്തിയ പരാതികളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രജിൻ, കേസെടുത്തത് ഓഗസ്റ്റ് 26-ാം തീയതിയാണ്. 26-ാം തീയതിക്ക് ഇപ്പുറം ഈ നവംബർ 16-ാം തീയതിയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 80 ദിവസത്തോട് അടുക്കുന്ന ഘട്ടത്തിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും ആദ്യത്തെ കേസ്, അതായത് അവരുടെ SIT അന്വേഷിച്ച ഏറ്റവും ആദ്യത്തെ കേസാണ് രഞ്ജിത്തിൻ്റെ കേസ്. ആ കേസിൽ തന്നെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. രഞ്ജിത്തിനെതിരെ പശ്ചിമബംഗാൾ നടിയാണ് പാലേരി മാണിക്യം സിനിമ എന്ന ആ സിനിമയുടെ സെറ്റിൽ വെച്ച് അവരോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി വർഷങ്ങൾക്കിപ്പുറം രഞ്ജിത്തിനെതിരെ പരാതി നൽകിയത്. ആദ്യം അവർ ഒരു ആരോപണം 24-ലൂടെയാണ് ഉന്നയിച്ചത്. പിന്നാലെ രഞ്ജിത്ത് അത് നിഷേധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ ഒരു പരാതിയുമായി എത്തുകയായിരുന്നു. കൊച്ചി DCPക്കാണ് പരാതി നൽകിയത്. പരാതി പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. രഞ്ജിത്തിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തി, സാക്ഷികളായ ജോഷി അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി. അങ്ങനെ വിശദമായ അന്വേഷണം എല്ലാ കോണിൽ നിന്നും നടത്തിയ ശേഷമാണ് രഞ്ജിത്തിനെതിരെ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ വിചാരണ നടപടികളിലേക്ക് കടക്കും. രഞ്ജിത്തിനെതിരെ 354, 509 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. നേരത്തെ രഞ്ജിത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി കടക്കില്ല, വിചാരണ നടപടിയിലേക്കായിരിക്കും കടക്കുക. പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ കേസന്വേഷണങ്ങൾ ഏറ്റെടുത്ത് ആദ്യ കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി മുകേഷുമായി ബന്ധപ്പെട്ട കേസും ജയസൂര്യയുമായി ബന്ധപ്പെട്ട കേസും സിദ്ദിഖുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കുറ്റപത്രങ്ങൾ, പ്രത്യേകിച്ച് മുകേഷ് അടക്കമുള്ള കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. നേരത്തെ ഈ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ അടക്കം, അന്ന് അക്കാദമി ചെയർമാനായിരുന്നു രഞ്ജിത്തിനെതിരെ വലിയ സംരക്ഷണം ഒരുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിലെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണം ശരിയായ ദിശയിൽ നടത്തി രഞ്ജിത്തിനെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ആ കുറ്റപത്രത്തിൽ എന്തെല്ലാമാണ് എന്നുള്ളതാണ് പുറത്തു വരാനുള്ളത്. അതും വരും മണിക്കൂറിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. പ്രജിൻ, പ്രകാശൻ ചോദിക്കുന്നത് മാപ്ര പോയി ഇപ്പൊ പ്രാപ്രായോന്ന്. അങ്ങനെയും പറയാം. ഗുഡ് മോർണിംഗ് ഫ്രം UK എന്ന് B2s പറയുന്നുണ്ട്. സൂപ്പർ പരിപാടിയാണെന്ന് അലി പറയുന്നു. താങ്ക് യു അലി. പിന്നെ മിനി ബാബു പറയുന്നുണ്ട്, പ്രജൻ പ്രവിധ രാഷ്ട്രീയത്തിൽ ബാർട്ടർ സമ്പ്രദായമാണേ. അങ്ങനെ ഇപ്പൊ സന്ദീപ് വാര്യർ BJP യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുള്ള കമൻ്റാണത്. അങ്ങനെ കോൺഗ്രസ് BJP ഒരു മാറ്റം, സന്ദീപ് വാര്യരുടെ മാറ്റത്തെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ്, ഒപ്പം തന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ വിൻസി വി പറയുന്നു, രാത്രി എന്തെങ്കിലും അനധികൃതമായി എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ എന്ന് നമുക്കെടുക്കാം. രാത്രി അത്തരത്തിൽ സൗണ്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈറൺ ഓണാക്കുക, ഒരുപക്ഷെ അത് കുറുവ ആവാം എന്ന് വിൻസി വി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ കുറുവ എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. ആ കുറുവ ഭീതി ഇങ്ങനെ എന്താ പറയുക, ആലപ്പുഴയിലും ആ പരിസരങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്.